ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഒരു പഴം വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വളരെ കനം കുറഞ്ഞ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് തൊലി കറുത്ത പഴവും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ നൈസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുക്കാം. അതിലേക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ച പഴം ഇതിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. 2 സൈഡും നല്ലതുപോലെ വാട്ടിയിട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മറ്റേ സൈഡ് നമുക്ക് ഫ്രൈ ആവാൻ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ 2 സൈഡും നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെല്ലെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ്ക്ക് പകരം ബട്ടറും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച മുട്ടയും ആട്ടപ്പൊടിയും കൊണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ച പഴം ഇതിലേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പഴം എത്തുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. സൈഡിലൊക്കെ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ആ പഴം മൊത്തമായിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ പഴമൊക്കെ മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തതിന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇനി എള്ളിന് പകരം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ കുക്കായിട്ട് വരും. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടി വേറൊരു പാനിൽ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അപ്പം തന്നെ ഇളക്കിയിട്ട് വരുന്നതാണ്. എന്നിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ സ്നാക്ക് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.